നമ്മൾ ജസ്റ്റ് ആപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ ബിഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബിഡ്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഈ IPO എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. ആദ്യം തന്നെ IPO എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും ഇപ്പോൾ ഏതൊക്കെ IPOs ആണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്ക് മമതയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മമത ആക്ടിവേറ്റ് ആയിട്ടില്ല. 19-ാം തീയതിയാണ് IPO ഓപ്പൺ ആവുന്നത്. ഇത് പ്രീ അപ്ലൈ ആണുള്ളത്. നിങ്ങൾക്കിപ്പം 23-ാം തീയതിക്ക് മുമ്പായിട്ട് 23-ാം തീയതിക്ക് 4 മണിക്ക് മുൻപായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നാളെ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 23-ാം തീയതി വരെ നമുക്ക് നോക്കാം. നമുക്ക് ഗ്രേ മാർക്കറ്റ് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയാണ് കുറഞ്ഞെങ്ങണം വരുന്നോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എപ്പോൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാലും കൂടുതൽ മാർക്കറ്റിൽ IPO ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് നല്ലത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഏത് ടൈപ്പാണെന്നുള്ളത്. നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രീ അപ്ലൈ ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് റേഞ്ച് നോക്കണം. 243 രൂപ. നമ്മളിപ്പോൾ ഈ ഒരു റേഞ്ച് വരുവാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ ആ റേഞ്ചിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൈസിന് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് 61 സ്റ്റോക്കാണ് ഒരു ലോട്ടിൽ വരുന്നത്. പിന്നെ ഡേറ്റും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ചൂസ് ചെയ്യണം. 243 എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ക്രീൻ വരും. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഈ കട്ട് ഓഫ് പ്രൈസ് എന്ന് കിടക്കുന്നുണ്ടോ, അത് ടിക്ക് ഇട്ടേക്കണം. അതായത് ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ ഈ UPI ID എന്ന് പറയുന്നത് നമ്മളെ ഗൂഗിൾ പേയോ ഫോൺ പേയോ നോക്കിയാൽ മതി. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അതിൻ്റെ UPI IDയുടെ ആ ഒരു ഡൊമൈൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അതും സെലക്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും UPI ID ആയിട്ട് വരുന്നത്. ഇപ്പം OKSBI എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഗൂഗിൾ പേയുടെ വരുന്നത്. അല്ലാതെ നമ്മുടെ ഫോൺ പേയുടെ ഒക്കെ ആണെങ്കിൽ YBL എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ആ ID എൻ്റർ ചെയ്തിട്ട് ആ ഒരു @ കഴിഞ്ഞുള്ളത് നമ്മൾ താഴെ നിന്ന് ചൂസ് ചെയ്താൽ മതി. അത് മുകളിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊന്നും കൊടുക്കേണ്ടതല്ല, ഇത് മാത്രം കൊടുത്താൽ മതി. ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. കട്ട് ഓഫ് പ്രൈസ് എന്നുള്ളതാണോ കിടക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ദെൻ നമ്മളിപ്പം ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. കണ്ടോ, എൻ്റെ കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടോ, നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇതിപ്പോൾ ഇയർലി ആപ്ലിക്കേഷൻ, അതുകൊണ്ട് ഇന്ന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോൺ പേയിൽ വരില്ല. ഇത് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അത് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തേക്കുന്നുണ്ടോ. നാളെ ഇത് 23-ാം തീയതിക്ക് മുൻപായിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ആ പേയ്മെൻറ്റ് അതായത് പേയ്മെൻറ്റ് മാൻഡേറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു മെസ്സേജിൽ കാണിക്കുന്നത്. ഇത് ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മളിവിടെ ചെയ്തേണ്ടത് ഇവിടെ കിടപ്പുണ്ട്. ഇതിനി അടുത്ത പ്രോസസ്സ്, ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ പേ, ഞാനിപ്പോൾ ഫോൺ പേയുടെ UPI ID കൊടുത്തത്. നമ്മുടെ ഫോൺ പേ ഓപ്പൺ ചെയ്യുമ്പോഴും ഫോൺ പേ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഇത് മാർക്കറ്റ് അവേഴ്സിലാണെങ്കിൽ, ഇപ്പോൾ നാളെയാണ് ആ സ്റ്റോക്ക് ആ IPO ഓപ്പൺ ആവുന്നത്. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു 10 മണി കഴിഞ്ഞുള്ള ടൈമിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വൈകുന്നേരം 3:30-ക്കും 4 മണിക്കും ഒക്കെ മുമ്പായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്തൊരു 5-10 മിനിറ്റിനുള്ളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ടോ, ഇവിടെ ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്ന് കിടക്കും. ആ IPOയുടെ പേരും കാണിച്ചിട്ട് ഇത്രയും എമൗണ്ട് ഓട്ടോ പേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഓട്ടോ പേ അങ്ങ് എനേബിൾ ചെയ്താൽ മാത്രം മതി. അതായത് നമ്മുടെ UPIയിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കണക്ക് നമ്മൾ പിൻ അടിച്ച് കൊടുത്തത്. അപ്പോൾ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഹോൾഡായി കിടക്കും. അത്രയേ ഉള്ളൂ. ഇതിപ്പം ഗൂഗിൾ പേയിലായാലും ഫോൺ പേയിലായാലും സെയിം തന്നെ. നമ്മൾ കൊടുത്ത ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കയറിപ്പോയാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് അതിൻ്റെ ആ ഒരു ഈ ഒരു ഏരിയയിലേക്ക് പോയാൽ മതി. ഈ ഗൂഗിൾ പേയിലാണെങ്കിൽ അതിൻ്റെ നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ അവിടെ ഒരു പെൻഡിങ് റിക്വസ്റ്റ്, ഈ ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നാലും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയാലും ചെയ്താൽ മതി. ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം.